നമസ്കാരം. ശബരിമല യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ പോലീസ് മേധാവി ടി.പി. സെൻകുമാർ വീണ്ടും രംഗത്ത്. മാന്യത എന്നൊന്ന് ഈ സർക്കാരിനുണ്ടായിരുന്നെങ്കിൽ ജനുവരി 22 വരെ ശബരിമലയിൽ തൽസ്ഥിതി തുടരാൻ തയ്യാറാകുമായിരുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. പന്തളത്ത് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പല താല്പര്യങ്ങളും കാണും, അവരൊക്കെ അത് പ്രസംഗിക്കുകയും ചെയ്യും. പക്ഷേ പോലീസ് പ്രവർത്തിക്കേണ്ടത് നിയമപ്രകാരം മാത്രമാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. രഹ്ന ഫാത്തിമ അടക്കമുള്ള യുവതികളെ സന്നിധാനത്തേക്ക് കൊണ്ടുപോയതിനു പിന്നിൽ എന്തെങ്കിലും ഉത്തരവുണ്ടായിരുന്നോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലായിരുന്നു പ്രായശ്ചിത്ത ചടങ്ങുകൾ നടന്നിരുന്നത്. ശബരിമലയിലെ പോലീസ് നടപടികൾക്ക് പ്രായശ്ചിത്തം എന്ന നിലയിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പന്തളം രാജകുടുംബാംഗം ശശികുമാർ വർമ്മ, ആർ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ഇരുട്ടു നീക്കി വെളിച്ചം കൊണ്ടുവരാനാണ് അയ്യപ്പ ജ്യോതി സംഘടിപ്പിക്കുന്നതെന്നും താൻ ആ പരിപാടിയിൽ പങ്കെടുത്താൽ CPM-ന് എന്താണ് കുഴപ്പമെന്നും ചോദിച്ച് സെൻകുമാർ നേരത്തെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതിനു പകരം സർക്കാർ പ്രളയ ദുരിതാശ്വാസത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടവരാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്തു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് താനാണ് തീരുമാനിക്കുന്നതെന്നും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഭരണഘടനാപരമായ അവകാശം തനിക്കുണ്ടെന്നും ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. വനിതാ മതിൽ നിർമ്മിക്കാൻ കാണിക്കുന്ന പരിശ്രമത്തിന്റെ പകുതി കാണിച്ചാൽ ജനങ്ങൾക്ക് ദുരിതാശ്വാസം എത്തിക്കാൻ കഴിയും. പ്രളയബാധിതരായ 2000-ഓളം പേർ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുകയാണ്. കേന്ദ്ര സഹായം കൂടാതെ ഏകദേശം 3000 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിൽ 200 കോടി രൂപ ചിലവഴിച്ചാൽ 3000 വീടുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇതാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെന്നും സെൻകുമാർ മുൻപ് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ശബരിമല കർമ്മസമിതി ദേശീയ ഘടകത്തിലെ അംഗമാണ് ടി.പി. സെൻകുമാർ. സെൻകുമാറിന്റെ പങ്കാളിത്തം വലിയ പ്രാധാന്യത്തോടെയാണ് BJP അവതരിപ്പിക്കുന്നത്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ അടുത്തിടെ കേരളത്തിലെത്തിയപ്പോൾ സെൻകുമാർ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. പിണറായി സർക്കാർ അധികാരത്തിലേറിയ പിന്നാലെ നടത്തിയ ആദ്യ പരിഷ്കാരങ്ങളിൽ ഒന്നായിരുന്നു DGP ടി.പി. സെൻകുമാറിന്റെ സ്ഥാനചലനം. സർക്കാർ അധികാരത്തിലേറിയ ഉടനെ അപ്രധാന വകുപ്പിലേക്ക് സെൻകുമാറിനെ മാറ്റുകയായിരുന്നു. സർക്കാരിനെതിരെ നിയമയുദ്ധം നടത്തി സെൻകുമാർ DGP സ്ഥാനം തിരിച്ചുപിടിച്ചു. ഔദ്യോഗിക പദവിയിൽ നിന്നും വിരമിച്ച ശേഷം തന്റെ BJP ചായ്വ് പല അവസരങ്ങളിലും തുറന്നു സമ്മതിച്ചിട്ടുമുണ്ട്. എന്നാൽ DGP ആയിരിക്കെ തന്നെ സെൻകുമാർ RSS ചായ്വ് കാണിക്കുകയാണെന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള യുവതികൾക്ക് കയറാമെന്ന സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിനെതിരായ പുനഃപരിശോധനാ ഹർജികളും ഇതുമായി ബന്ധപ്പെട്ട ചില പുതിയ ഹർജികളും ജനുവരി 22-ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരി 22-ന് തുറന്ന കോടതിയിലാകും വാദം കേൾക്കുക. തുറന്ന കോടതിയിൽ വാദം കേൾക്കും എന്ന ഒരു പേജിൽ ഒതുങ്ങുന്ന ഉത്തരവാണ് ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ചത്. ജസ്റ്റിസുമാരായ റോഹിൻടൺ നരിമാൻ, DY ചന്ദ്രചൂഡ്, AN ഖാൻവിൽക്കർ, ഇന്ദു മൽഹോത്ര എന്നിവരാണ് ഭരണഘടനാ ബെഞ്ചിലുണ്ടായിരുന്ന മറ്റ് ജഡ്ജിമാർ. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അല്ല, CPM-നെതിരെ ഇപ്പോൾ വീണ്ടും ടി.പി. സെൻകുമാർ പൂർവാധികം ശക്തിയോടെ തന്നെ ആഞ്ഞടിച്ചിരിക്കുകയാണ്.